പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാനിൽ ഏറ്റവും മൂല്യമുള്ളൊരു സമയമാണ് സെഹറിന്റെ അത്താഴ നേരം. ഈ അത്താഴ നേരത്ത് നമ്മൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇബാദത്താണ് അത്താഴം കഴിക്കൽ. അത് സുന്നത്താണ്, വലിയ പോരിശ ഫറള് ചെയ്യുന്ന കൂലി കിട്ടുന്ന അമലാണ്. ആ ഒരു നേരത്ത് നമ്മൾ പലരും അറിയാത്തൊരു നന്മയുണ്ട്. അതെന്താ? ഒരു കുഞ്ഞു ദിക്ർ, ഒരു വരി മാത്രമുള്ള ദിക്റാണ്. അത് മനസ്സറിഞ്ഞ് ചെറിയ ഒരു 7 വട്ടം നമ്മൾ പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയിരക്കണക്കിന് നന്മകൾ നമുക്കതിൻ്റെ പേരിൽ രേഖപ്പെടുത്തുകയും ആയിരക്കണക്കിന് തിന്മ സെക്കൻഡിൽ മാറ്റി തരികയും വലിയ പദവിയിലേക്ക് നമ്മളെ കൊണ്ടുവരികയും നമുക്ക് വലിയ ദർജ കിട്ടും അല്ലാഹുവിൻ്റെ മുന്നിൽ. ഒരുപാട് ബെനിഫിറ്റ് വേറെയുമുണ്ട് ഈ പരിശുദ്ധ ദിക്റിന്. ആ ദിക്ർ ഏതാണ്, എപ്പോൾ, എത്രയാണ്, എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹലായ ഫദ്ൽ കൊണ്ട്, പരിശുദ്ധ റമദാനിൻ്റെ ബറക്കത്ത് കൊണ്ട്, അല്ലാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് ഇരുലോക ആഫിയത്തും സലാമത്തും നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന, കമൻറ്റിൽ സന്തോഷമായി വരുന്ന എല്ലാവർക്കും അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. നമ്മുടെ മരിച്ചവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ. എല്ലാ മുഅ്മിനീങ്ങൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ നിഅമത്താണ് പരിശുദ്ധ റമദാൻ. ആ റമദാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഏറ്റവും പ്രൗഢമായ ഒരു നിഅമത്താണ് നമ്മുടെ അത്താഴം, അല്ലെങ്കിൽ അത്താഴ നേരത്ത് നമ്മൾ എണീക്കുന്നത്. അത് നമ്മൾ ഒരു സുന്നത്തായ നിയ്യത്തിൽ നമ്മൾ എഴുന്നേൽക്കുന്നു. അതിന് തന്നെ ഫർളിൻ്റെ കൂലിയാണ്. നമ്മൾ അത്യാവശ്യം അത്താഴം കഴിക്കുന്നു, പകൽ സമയത്തേക്ക് ഒന്ന് പിടിച്ചു നിൽപ്പ്, അല്ലേ, ഇതെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. എന്നാൽ ആ സമയം, ആ ഒരു ടൈമിങ്, ഒരു ദിവസത്തിൽ ഏറ്റവും പ്രഗത്ഭമായ സമയത്തിൽപ്പെട്ടതാണ് അത്താഴ നേരം എന്ന് പറയുന്നത്. അള്ളാഹു ആ സമയത്ത് സംവിധാനിക്കുന്ന മഹത്വങ്ങൾ, പ്രത്യേകതകൾ എത്രയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏതായിരുന്നാലും എഴുന്നേൽക്കുകയാണ്, അത്താഴം കഴിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ അത്യാവശ്യം വെള്ളം കുടിക്കുന്നു, ഈത്തപ്പഴം കഴിക്കുന്നു, എന്തും ആയിക്കോട്ടെ. ആ ഒരു സമയത്ത് നമ്മളൊന്ന് മനസ്സ് വച്ചാൽ ഒരുപാട് നന്മകൾ നമുക്ക് വാരിക്കൂട്ടാൻ പറ്റും. ആ സമയത്തിൻ്റെ, ഒരു ദിവസത്തിൽ ഏറ്റവും പ്രഗത്ഭമായ സമയത്തിൽപ്പെട്ടതാണ് അത്താഴ നേരം. സുബഹി ബാങ്കിന് മുമ്പ് നമ്മൾ എഴുന്നേൽക്കുന്ന ആ സമയം. അതേപോലെ രണ്ടാമത്തത്, മുഅ്മിനീങ്ങൾ മാത്രം എഴുന്നേൽക്കുന്ന ഒരു നേരമാണ്. മുഅ്മിനീങ്ങൾക്ക് ആ ഒരു സമയത്ത്, നോമ്പിലായാലും നോമ്പിലല്ലെങ്കിലും, അത് തഹജ്ജുദിൻ്റെയൊക്കെ സമയമാണല്ലോ, ആ സമയത്ത് ഈമാനുള്ളവർക്ക് മാത്രമേ പ്രോപ്പറായിട്ട് എഴുന്നേൽക്കാൻ പറ്റുള്ളൂ. ആഗ്രഹിച്ച് എഴുന്നേൽക്കുക, ആരെങ്കിലും കുത്തി എഴുന്നേൽപ്പിക്കൽ മാത്രമല്ല, ആഗ്രഹിച്ച് എഴുന്നേൽക്കുക. അതേപോലെ തന്നെയാണ് സ്വർഗത്തിൽ നിന്നും ഒരു മനോഹരമായ മന്നമാരുതൻ ഭൂമിയിലേക്ക് വരുന്ന ഒരു പ്രഗത്ഭമായ സമയമാണ്. ആ സമയത്തിന് അങ്ങനെ പ്രത്യേകതയുണ്ട്. അതുകൂടാതെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല, നാലാമത് നമ്മൾ നോട്ട് ചെയ്താൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലെ ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വരുന്ന പരിശുദ്ധമായ മുഹൂർത്തമാണ്. അള്ളാഹു ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്തും ബറക്കത്തും വിജാബത്തും ഇറങ്ങി വരും. നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ, ഞാൻ തരാം എന്നൊക്കെ പറഞ്ഞ് അള്ളാഹു പിന്നെ ഓഫറുകൾ വിളിച്ചു പറയുന്ന പരിശുദ്ധമായ നേരമാണ് ആ നേരം. അതേപോലെ തന്നെ അഞ്ചാമത്, ഈ ഉമ്മത്തിനു മാത്രം അള്ളാഹു കൊടുത്ത നിഅമത്താണ് അത്താഴ നേരത്ത് എഴുന്നേൽക്കൽ, അത്താഴം കഴിക്കൽ എന്ന് പറയുന്ന വലിയ നിഅമത്ത്. അതായത് ഫസ്ലു മാ ബൈന, മുസ്ലിമീങ്ങളായ ഈ ഉമ്മത്തിൻ്റെ ഇടയിലും മറ്റു കഴിഞ്ഞുപോയ ഗതകാല സമൂഹത്തിലെ പൂർവികരായ നമ്മളുടെ പഴയകാലത്തെ മുസ്ലിമീങ്ങൾക്കിടയിലുമുള്ള നോമ്പിൻ്റെ അല്ലെങ്കിൽ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അക്കലത്തു സെഹറാണ്, അത്താഴം കഴിക്കുക. അഹ്ലു കിതാബിൻ്റെയും നമ്മളുടെയും ഇടയിലുള്ള ഫസ്ൽ, വ്യത്യാസം അതാണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിലെ സന്ദേശം പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് മാത്രം, അവർക്ക് ഈ ഒരു നേരം സെഹറിൻ്റെ നേരത്തെ എഴുന്നേൽക്കുക, അത്താഴം കഴിക്കുക, ആ ഒരു സംവിധാനം ഇല്ല. അള്ളാഹു അങ്ങനെ വെച്ചിട്ടില്ല. അത് നമുക്ക് നൽകിയ വലിയ നിഅമത്താണ്. ആറാമത്, അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞുപോയ ഉമ്മത്തുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി കൊടുക്കാത്ത, നമുക്ക് പാത്തുവച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാത്രം ഇജാബത്ത് പ്രത്യേകം വിളിച്ചു പറയുന്ന, മഗ്ഫിറത്ത് വിളിച്ചു പറയുന്ന, എന്താ വേണ്ടത് നിങ്ങളത് ചോദിച്ചോളൂ, അത് തരാം, മുറാദുകൾ ഹാസിലാകാനുണ്ടെങ്കിൽ അതും തരാം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സംവിധാനിക്കുന്ന പ്രത്യേക നേരമാണ്. ആ ഒരു ഓഫർ മറ്റുള്ളവർക്ക് വരുന്നില്ല. കേട്ടോളൂ, ഏഴാമത്, ഒരു നന്മ ചെയ്താൽ നമ്മൾ റമദാനിൻ്റെ പകൽ ചെയ്യുന്നു, അല്ലെങ്കിൽ അസറിന് ശേഷം ചെയ്യുന്നു, മഗ്‌രിബിന് ശേഷം ചെയ്യുന്നു, ഇതേപോലെയല്ല. സെഹറിൻ്റെ അത്താഴ നേരത്തെ ഒരു നന്മ ചെയ്താൽ 700 ഇരട്ടി പ്രതിഫലമാവുകയാണ്. ഒരു യാസീൻ ഓതാ,
അത്താഴ നേരത്ത് ഒരു ഫാത്തിഹ ഓതുക എത്ര 700 ഫാത്തിഹ ഓതിയതിന് സമാനമാണ്. ആ ഒരു സമയത്തിന് അത്രയേറെ മൂല്യമാണ്. റമദാൻ കഴിഞ്ഞാലും ആ സമയത്തിൻ്റെ മൂല്യം പോകില്ല. നോമ്പുണ്ടെങ്കിൽ അത്താഴം കഴിച്ചാൽ മതി, പക്ഷെ അത്താഴത്തിന് കഴിക്കുന്ന ആ സമയമുണ്ടല്ലോ അതിന് വല്ലാത്ത ബെനിഫിറ്റാണ് സമയത്തിന്, ഇല്ലേ? ഇവിടെ അത്താഴ നേരത്ത് നമ്മൾ എഴുന്നേൽക്കുന്നത് എന്തിനാ? അത്താഴം കഴിക്കുക എന്ന് പറയുന്ന ആ ഒരു സുന്നത്ത് നേടാനാണ്. ആ നെയ്യത്തിന് കൂലിയാണ്, ആ എഴുന്നേൽക്കുന്നതിന് കൂലിയാണ്, അവിടെ ഭക്ഷണം കഴിക്കുന്നതിന് കൂലിയാണ്. ഒന്നും വേണ്ട, ഒരു ഈത്തപ്പഴം കഴിച്ചു, ഒരു ഇറുക്ക് വെള്ളം കുടിച്ചു നെയ്യത്തിൽ, അതിനൊക്കെ വല്ലാത്ത കൂലിയാണ്. പിന്നെ ഇടയത്താഴം കഴിഞ്ഞിട്ട് നമ്മൾ നോമ്പിൻ്റെ നെയ്യത്ത് ഒന്നുകൂടെ തലേദിവസം തറാവി കഴിഞ്ഞിട്ട് വെച്ചതാണ്, രാത്രി വെച്ചതാണ്, എങ്കിലും ഒന്നുകൂടെ പുതുക്കി കൊടുക്കുക. കാരണം ഭക്ഷണം കഴിച്ചല്ലോ, നെയ്യത്തൊന്നുകൂടെ പുതുക്കൽ സുന്നത്താണ്. പുതുക്കില്ല എന്നത് പ്രശ്നമില്ല, പക്ഷെ പുതുക്കൽ സുന്നത്താണ്. സുന്നത്തിന് ഫർദിൻ്റെ കൂലി കിട്ടുന്ന പ്രധാന മൂമെൻ്റാണല്ലോ റമദാൻ. അപ്പം അതൊക്കെ ചേർത്തി കൊടുക്കുക. അക്കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന പ്രഗത്ഭമായൊരു ദിക്റുണ്ട്. ആ ദിക്ർ ആത്മാർത്ഥമായി മനസ്സിൽ തട്ടിയിട്ട് ഇന്നു മുതൽ അത്താഴ നേരത്ത് പറയാൻ നമ്മൾ തയ്യാറാണോ? അൽഹംദുലില്ലാ മൻ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഈ നമ്മൾ പഠിക്കാൻ പോകുന്ന, പരിചയപ്പെടാൻ പോകുന്ന ഈ ദിക്ർ ഒരു വിശ്വാസിനി പറഞ്ഞാൽ, അത് നോമ്പ് ഇല്ല, ശ്രദ്ധിക്കണം കേട്ടോ, ഉമ്മമാർക്ക് നോമ്പ് പിടിക്കാൻ പറ്റാത്ത പീരീഡ്സിൻ്റെ സമയമാണ്, അശുദ്ധിയുടെ സമയമാണ്, എങ്കിലും ആ നേരത്തെ എണീറ്റു. ആ സമയത്തിൻ്റെ മൂല്യം ആർക്കും തടയപ്പെടുന്നില്ല. അപ്പോഴുള്ള ദുആഇൻ്റെ ഇജാബത്ത് ഒരു കുട്ടിക്കും തടയപ്പെടില്ല. ഭയങ്കര പവറാണ്. ആ നേരത്തെ എഴുന്നേറ്റു, ആരും ആയിക്കോട്ടെ, ആ നേരത്തെ എഴുന്നേറ്റു ഒരു വിശ്വാസിനി. കണ്ടോ, വഖത്ത് സഹറിൻ്റെ സമയമാണ്, അത്താഴ നേരത്താണ് എഴുന്നേറ്റത്. ആ നേരത്ത് ഈ ദിക്ർ പറഞ്ഞു 7 മർറാത്തിൻ, 7 വട്ടം, 7 തവണ ഈ ദിക്ർ പറഞ്ഞാൽ കതബല്ലാഹു ലഹു അൽഫ ഹസന, ആ സെക്കൻഡിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 1000 നന്മ രേഖപ്പെടുത്തും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 1000 നന്മ ഹസനത്ത് ഈ മനുഷ്യൻ്റെ റെക്കോർഡിലേക്ക് ആഡ് ചെയ്യപ്പെടും. മാസം ഏതാണെന്ന് നോക്കണം, സമയം ഏതാണെന്ന് നോക്കണം. എത്ര പവറാണ്! 1000 നന്മ. ആ ഒറ്റ കുഞ്ഞു വാക്കാണ് 7 വട്ടം പറഞ്ഞപ്പോഴേക്കും മനസ്സറിഞ്ഞ് പറഞ്ഞു 1000 നന്മ രേഖപ്പെടുത്തി. എന്നിട്ടോ മഹാ അൻഹു അൽഫ സയ്യിഅ, 1000 തിന്മ അല്ലാഹു മായ്ച്ചെഴുതും. 1000 തിന്മ അവിടെ കാണില്ല. നമ്മുടെ പിന്നെ തെറ്റുകൾ സംഭവിച്ച റെക്കോർഡ് ചെയ്യപ്പെട്ട രേഖയിൽ 7 തിന്മകൾ കാണില്ല, അത് 1000 എണ്ണം മായ്ച്ചുകളയും. ഈ വാക്ക് പറയുമ്പോൾ കേട്ടോളൂ പ്രിയപ്പെട്ടവർ, വറഫഅല്ലാഹു അൽഫ ദറജ, അള്ളാഹുവിൻ്റെ അടുക്കൽ 1000 പദവി, അള്ളാഹിൻ്റെ അടുക്കൽ ഒരു പദവി കിട്ടിയാൽ തന്നെ നമുക്ക് പാസ് മാർക്കായി. ഇത് 1000 പദവി അള്ളാഹുവിൻ്റെ മുന്നിൽ നമുക്ക് കൂടാൻ പോവാണ്. എന്താ പറയേണ്ടത്? ഹത്ത് ഓതണോ? ഈ ഹദീസിൽ പറയുന്ന അല്ല, 7 വട്ടം ഒരു കുഞ്ഞു വരി മാത്രമുള്ള ദിക്ർ പറയുന്നവർക്ക് കിട്ടുന്ന വലിയ ബെനിഫിറ്റാണ്. 1000 ദറജ കൂടുന്നു എന്നൊക്കെ പറയുന്നു. അതേപോലെ തന്നെ 90000 പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല വാരിക്കോരി നൽകുന്ന വലിയൊരു നന്മയാണ് ഈ വാക്ക് അത്താഴ നേരത്ത് പറയുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ട് ഉലമാ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ കഴിവിൻ്റെ പരമാവധി പ്രിയപ്പെട്ടവരെ ആ സമയത്തുള്ള എല്ലാ മൂല്യങ്ങളും സുന്നത്തുകളും ആദാബുകളെല്ലാം നമ്മൾ പാലിക്കണം. നോമ്പില്ലെങ്കിൽ പോലും സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ആ നേരത്ത് എഴുന്നേൽക്കണം. ആ നേരത്ത് ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞ ഡ്യൂട്ടി മാത്രം പോരാ, അല്ലെങ്കിൽ അത്താഴം കഴിക്കുക എന്ന് പറഞ്ഞ ഡ്യൂട്ടി മാത്രം പോരാ, ആ നേരത്ത് നന്മകൾ ഉണ്ടാകണം. 2 റക്അത്ത് നിസ്കരിക്കണം, അത് കഴിയുന്നവരൊക്കെ അത് ചെയ്യണം. കഴിയുന്നിടത്തോളം ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ മുഅ്മിനീങ്ങളുടെ ഒരു ക്വാളിഫിക്കേഷനായി ഖുർആൻ പറഞ്ഞതാണ്. വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, സഹരിന് അത്താഴ നേരത്ത് അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് പറഞ്ഞിട്ട് കരയുക, അത് മുഅ്മിനീങ്ങൾക്ക് മാത്രം ഉണ്ടാകുന്ന യോഗ്യതയാണ്. അതൊക്കെ കഴിവിൻ്റെ പരമാവധി ചെയ്യുന്നതോടൊപ്പം അൽഹംദുലില്ലാ ഈ ഒരു വാക്ക് ചേർത്ത് കൊടുക്കണം. ഏതാണ് ആ ദിക്ർ? നമ്മുടെ ഇന്നത്തെ ചർച്ചയിലെ എസൻസ് ഏതാണെന്നറിയോ? ഇതാണ് ആ ദിക്ർ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം അൽ ഖായിമു അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്. എത്ര മനോഹരാണ്, എത്ര ഷോർട്ടാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം അൽ ഖായിമു അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം അൽ ഖായിമു അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്. അല്ലാഹു, പടച്ചതമ്പുരാൻ അല്ലാഹു, ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം, അവനല്ലാതെ ഇലാഹില്ല, അവൻ ഹയ്യും ഖയ്യൂമുമാണ്. ഹയ്യും എന്ന് ജീവിച്ചിരിക്കുന്നവനാണ്, എന്തിനും പോന്നവനാണ് അവൻ, എന്തിനും കഴിവുള്ളവനാണ്, എന്തിനും യോഗ്യനാണ്. അൽ ഖായിമു അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്, ഓരോ ശരീരവും ചെയ്യുന്ന നന്മകൾക്ക്, പ്രവർത്തനങ്ങൾക്ക്
തീർച്ചയായും അതിനുള്ള പ്രതിഫലം നൽകാൻ കഴിവുള്ളവനാണ് അല്ലാഹു. അതിൻ്റെ പ്രതിഫലം നമ്മൾ എന്ത് ചെറിയ നന്മ ചെയ്താലും വലിയ നന്മ ചെയ്താലും അതിനൊക്കെ പ്രതിഫലം നൽകാൻ കഴിവുള്ളവനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്ന് പറയുന്ന വാക്കാണ്. ഈ വാക്ക് അല്ലാഹുക്ക് വലിയ ഇഷ്ടമുള്ള വാക്കാണ്. ഈ വാക്കൊരു മുഅ്മിനിൻ്റെ നാവിലൂടെ വരുമ്പോൾ വലിയ മാർക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ആ സമയം മൂല്യമാണ്, ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ മൂല്യമാണ്. അത്താഴം വളരെ പുണ്യമാണ്. സുന്നത്തായ നിയ്യത്ത് കരുതണം. പിന്നെ അതിനുശേഷം അത്താഴം കഴിഞ്ഞാൽ ഒരു വട്ടമെങ്കിലും നമ്മൾ നിയ്യത്ത് പുതുക്കി കൊടുക്കണം, സുന്നത്താണ്. അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ്, ഒരു 15 മിനിറ്റ് കൂടി വന്നാൽ ഇത്രയേ ബാക്കി വരാൻ പാടുള്ളൂ. അത്താഴം കഴിഞ്ഞ് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചു കൊടുക്കണം. അത്താഴം കഴിക്കുന്നതിന് മുമ്പ് അത്താഴം കഴിക്കുന്നതിന് മുന്നോടിയായിട്ട് ദിക്ർ ചൊല്ലാം, ശേഷം ചൊല്ലാം. സുബഹി ബാങ്കിന് മുമ്പായിരിക്കണം, സഹറിൻ്റെ നേരത്തായിരിക്കണം എന്ന് മാത്രം. അപ്പോൾ ഈ ദിക്ർ അൽഹംദുലില്ലാ പരിചയപ്പെടാനും അറിയാനും അള്ളാഹു നമ്മളെ സെലക്ട് ചെയ്ത പോലെ ചൊല്ലാനുകൂടെ അതിൻ്റെ തൗഫീക്കിനോട് അള്ളാഹു നമ്മളെ സെലക്ട് ചെയ്യട്ടെ. ഇനി കേട്ടോളൂ പ്രിയപ്പെട്ടവരെ, റമളാനിൻ്റെ 6ാമത്തെ ദിവസത്തിൽ നമ്മൾ ചെയ്യേണ്ട ദുആ എന്തെന്നറിയോ? അല്ലാഹുമ്മ ലാ തഖ്ദുൽനി ബിതഅറുദി മഅസിയതിക് വലാ തദ്രിബ്നി ഫീഹി ബിസിയാതി നിഖമതിക് വസഹ്സിഹ്നി ഫീഹി അൻ മുജിബാതിക് വസഖതിക് ബിമന്നിക യാ മുൻതഹാ റഗ്ബത്തിർ റാഗിബീൻ എന്ന് പറയുന്ന ദുആയാണ്. അല്ലാഹുവേ, നിനക്കെതിരെ പ്രവർത്തിക്കാനുള്ള സാഹചര്യം തുറന്നുകൊണ്ട് എന്നെ നീ പരാജയപ്പെടുത്തരുത്. നിനക്കെതിരെ ചെയ്യാനുള്ള അവസരങ്ങൾ, സന്ദർഭങ്ങൾ എനിക്ക് തുറന്നു തരരുത്, എന്നെ പരാജയപ്പെടുത്തരുത്. നിന്റെ ഭയാനകമായ ശിക്ഷയുടെ ചാട്ടമാർ എനിക്ക് വിധിക്കരുത്, നിന്റെ അദാബ് എനിക്ക് ഉണ്ടാക്കരുത്, വിധിക്കരുത്. എല്ലാ പ്രതീക്ഷകളുടെയും ആത്യന്തിക കേന്ദ്രമായ അല്ലാഹുവേ, നിന്റെ കോപത്തിന് ഗളബിന് വിധേയമാകുന്ന കാര്യങ്ങൾ നീ എന്നെ മാറ്റി നിർത്തണമല്ല എന്ന് പറയുന്ന ദുആയാണ്. ഇത് റമളാനിൻ്റെ 6ാമത്തെ ദിവസം, റമളാൻ 6-ന് മനസ്സറിഞ്ഞ് ചെയ്യേണ്ട ദുആയാണ്, ഓർത്തു വെക്കണം. അൽഹംദുലില്ലാ. ഇനി നമുക്ക് പറയാനുള്ളത് പരിശുദ്ധമായ റമളാനിൻ്റെ 7ാമത്തെ തറാവീഹിൻ്റെ മഹത്വമാണ്. എന്താ മഹത്വം? ഫിർഔന്, ഹാമാൻ എന്നിവർക്കെതിരെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അവർക്കെതിരെ, അതായത് നീതി നിഷേധം, സത്യനിഷേധം, അക്രമങ്ങൾ, അതിനെതിരെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ ഇസ്ലാമിൻ്റെ സമരങ്ങൾ യുദ്ധത്തിൻ്റെ അതേ സ്ഥാനമാണ്. അതിൽ പങ്കെടുത്ത മൂസാ നബിയെ സഹായിച്ച കൂലി കിട്ടും. അനീതിക്കെതിരെ, സത്യത്തിനെതിരെ മൂസാ നബിയുടെ പോരാട്ടത്തിന് സഹായിച്ച വമ്പൻ പ്രതിഫലം അള്ളാഹു നൽകാൻ പോവാൻ 7ാമത്തെ തറാവീഹോട് കൂടെ. അൽഹംദുലില്ലാ, അത് മുടങ്ങാതെ നമ്മൾ നോക്കേണ്ടതാണ്. ഒരുപാട് പേര് ദുആ ചെയ്യാൻ വേണ്ടി പരിശുദ്ധമായ റമളാനിൽ ഞങ്ങൾ ഓർക്കണം, ചേർക്കണം എന്നൊക്കെ പറഞ്ഞ് ലാവശ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരെയും ഓർക്കുന്നുണ്ട്, ചേർക്കുന്നുണ്ട്. നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന എത്രയോ വർഷക്കാലമായി കേൾക്കുന്നവരുണ്ട്, ഇടയിൽ ചേർന്നവരുണ്ട്. എത്ര സന്തോഷമാണ്. ഒരു കുടുംബങ്ങളെ പോലെ നിൽക്കുകയാണ്. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് കൊടുക്കട്ടെ, എല്ലാവർക്കും ഖൈർ കൊടുക്കട്ടെ. നിങ്ങളുടെ ഒരു കമൻറ്റ് ഇതിൻ്റെ താഴ്ഭാഗത്ത് വരുമ്പോൾ ഒരുപാട് മുഅ്മിനീങ്ങൾക്ക് ഈ ക്ലാസ് പോകും. ഒരു ലൈക്ക് വരുമ്പോൾ ഒരുപാട് പേർക്ക് ഈ ക്ലാസ് പോകാൻ നമ്മളറിയാതെ പോകും. അപ്പോൾ നമ്മൾ കാരണമായി ഒരു നന്മ സ്പ്രെഡാകുകയാണ്. ഭയങ്കര നന്മയല്ലേ, ഭയങ്കര കൂലിയല്ലേ റമളാനിൽ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ട് ഇരുലോക ആഫിയത്തും ബറക്കത്തും സലാമത്തും നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. റമളാനും തറാവീഹും ഖുർആനോത്തും എല്ലാ നന്മയും നമുക്ക് അനുകൂലമാക്കി തരട്ടെ, ഖബൂലിയത്ത് നൽകട്ടെ. അല്ലാഹു പരിശുദ്ധ റമളാൻ കൊണ്ട് സ്വർഗ്ഗത്തിൽ പോകുന്നവരിൽ നമ്മളെ ചേർക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله
جنات بشرنا بما فيها وفي